താലിയോഗം ഭാഗം 12. ഞാൻ പറഞ്ഞത് സത്യമാണ് നന്ദിത മിസ്. എനിക്ക് അവളുടെ വീട്ടില് എപ്പോഴും കയറി ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാലോ. അത് ഞാൻ ചെറുതായിട്ടൊന്ന് മിസ്യൂസ് ചെയ്തു. അതുകൊണ്ട് അവളുടെ നല്ല ഭംഗിയുള്ള കുറച്ച് ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ മാത്രം കാണേണ്ട അവളുടെ ശരീരത്തിന്റെ നഗ്നത പുറം ലോകം കണ്ടാൽ. അത് മാത്രമല്ല, നിന്റെ അനിയന്റെ കുറച്ച് ഫോട്ടോസ് കൂടി എൻ്റെ കയ്യിലുണ്ട്. അത് ഞാനുമായിട്ടുള്ളത്. ഗായത്രി അവിടെ നിന്നും പറഞ്ഞത് കേട്ടതും നന്ദിത ശരിക്കും തളർന്നു പോയി. പിന്നെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞതൊന്നും അർജുനോട് നീ പറയണ്ട കേട്ടോ. അത്രയും പറഞ്ഞ് ഗായത്രി ഫോൺ കട്ട് ചെയ്തു. എന്തു ചെയ്യണമെന്ന് ഒന്നും അറിയാതെ നന്ദിത ഞെട്ടലോടെ കരച്ചിലോടെ നന്ദിത ഇരുന്നു. എത്ര നേരം അവിടെ ഇരുന്നു എന്ന് നന്ദിതയ്ക്ക് പോലും അറിയില്ലായിരുന്നു. കാറിന്റെ സീറ്റിലേക്ക് ചാരിയിരുന്ന് അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. ഗായത്രിയുടെ ഓരോ വാക്കുകളും ഇപ്പോഴും അവളുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഫോട്ടോസ് കോളേജിലൊട്ടിക്കും, വീഡിയോസ് പുറത്തുവിടും, അർജുൻ ദേവരയർ തല കുനിച്ച് നടക്കേണ്ടി വരും. ആ ഓർമ്മകൾ ഓരോന്നും അവളുടെ നെഞ്ചിൽ കല്ലുപോലെ പതിഞ്ഞു. അവൾക്ക് പേടി തോന്നി. അർജുനു വേണ്ടി ഇത്രയും പേരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരാളാണ് അവൻ. ഒരു കേസും തോൽക്കാത്ത അഭിഭാഷകൻ, എല്ലാവർക്കും അഭിമാനമായ അർജുൻ ദേവരയർ, തന്റെ മാത്രം അച്ചുവേട്ടൻ. അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ ലോകം മുഴുവനും മറക്കാൻ കഴിയുന്ന അവൾക്ക് ഇപ്പോൾ അവനെ നഷ്ടപ്പെടുമോ എന്ന ഒരു ഭയം. ഒരു വശത്ത് സ്നേഹത്തോടെ തന്നെ പൊതിഞ്ഞു നിർത്തുന്ന അമ്മയും അച്ഛനും, മറുവശത്ത് ജീവൻ പോലെ സ്നേഹിക്കുന്ന അനിയൻ നന്ദനും, അതിന്റെ നടുവില് അർജുനും. ആരെയും വേദനിപ്പിക്കാതെ എങ്ങനെ മുന്നോട്ടു പോകും എന്നറിയാതെ അവളുടെ മനസ്സ് വിങ്ങി. ഇനി എന്തു ചെയ്യും ഞാൻ? അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് സീറ്റിലേക്ക് തല ചായ്ച്ചു. സന്ധ്യ ഇരുണ്ടു തുടങ്ങിയിരുന്നു. റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ ലൈറ്റുകൾ കണ്ണിലേക്ക് പതിച്ചെങ്കിലും അവൾ ഒന്നും കാണുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. നന്ദിത ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു. സ്ക്രീനിൽ അമ്മ എന്ന പേര് തെളിഞ്ഞതും അവൾ വേഗം ഫോൺ എടുത്തു. നന്ദ മോളെ, നീ എവിടെയാ? അമ്മയുടെ ശബ്ദത്തിൽ ആശങ്കയുണ്ടായിരുന്നു. നന്ദിത വേഗം കണ്ണുകൾ അടച്ചു. ഞാൻ വണ്ടി വർക്ക്ഷോപ്പിൽ നിന്നും വാങ്ങാൻ പോയതമ്മ. ഇത്രയും ലേറ്റ് ആയോ? നാളെ രാവിലെ പോയാൽ മതിയായിരുന്നല്ലോ. എത്ര നേരമായി ഞങ്ങൾ കാത്തിരിക്കുന്നതെന്നറിയോ? അമ്മയുടെ ശബ്ദം കേട്ടപ്പോ അവളുടെ നെഞ്ച് വീണ്ടും വെങ്ങി. ഇത്ര സ്നേഹിക്കുന്നവരോട് എങ്ങനെ ഞാൻ സത്യങ്ങൾ മറിക്കും? ഇല്ലമ്മ, ഞാൻ വന്നോണ്ടിരിക്കുക. ശരി, വേഗം വരണേ മോളെ. ഫോൺ കട്ടായതും അടുത്ത കോള് വന്നത് കണ്ടപ്പോ അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അച്ചുവേട്ടൻ. സ്ക്രീനിൽ തെളിഞ്ഞ ആ പേര് കണ്ട നിമിഷം തന്നെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. കോൾ എടുക്കണമെന്ന് മനസ്സ് പറഞ്ഞെങ്കിലും അവനെ കേൾക്കാതിരിക്കാൻ അവൾക്കായില്ല. അവളുടെ വിരൽ അറിയാതെ ആൻസർ ബട്ടണിൽ അമർന്നു. നന്ദ, വീടെത്തിയോ? അവന്റെ ശബ്ദം പതിവ് പോലെ സ്നേഹത്തോടെയായിരുന്നു. അത് കേട്ട നിമിഷം തന്നെ അവളുടെ തൊണ്ടയടഞ്ഞു. ഇല്ല, ഞാൻ എത്താൻ പോകുന്നു. ഇത്രയും സമയമായിട്ടോ? എന്തുപറ്റി? അത് അമ്മ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞിരുന്നു. ഷോപ്പിൽ കയറി. വളരെ ബുദ്ധിമുട്ടിയാണ് അവളത് പറഞ്ഞത്. അർജുൻ കുറച്ചു നിമിഷം മിണ്ടാതെ ഇരുന്നു. പിന്നെ പതിയെ ചോദിച്ചു, നന്ദ, നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ? ആ ചോദ്യം കേട്ടതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഇല്ല. കള്ളം, അവൻ പതിയെ പറഞ്ഞു. നിന്റെ ശ്വാസം കേട്ടാല് എനിക്കിപ്പോ മനസ്സിലാകും. നീ ഓക്കെ അല്ലേ? അവൾ ചുണ്ട് കടിച്ചു പിടിച്ചു. ഇപ്പോൾ എല്ലാം പറഞ്ഞ് അവന്റെ നെഞ്ചിലേക്ക് ഓടിച്ചെന്ന് കരയണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഗായത്രിയുടെ ഭീഷണി വീണ്ടും ഓർമ്മ വന്നു. ഞാൻ ഓക്കെയാണ് അച്ചുവേട്ടാ, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. വീട്ടിലെത്തിയിട്ട് എന്നെ വിളിക്കണം, ശ്രദ്ധിച്ചു പോണേ. അവന്റെ ശബ്ദത്തില് കരുതലും സ്നേഹവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കേൾക്കുമ്പോഴാണ് അവൾക്ക് കൂടുതൽ വേദന തോന്നിയത്. അതിനുശേഷം അവൾ വേഗം ഫോൺ കട്ട് ചെയ്തിട്ടും കുറച്ചു നിമിഷം ഫോൺ കയ്യിൽ പിടിച്ച് അവൾ അങ്ങനെ തന്നെ ഇരുന്നു. അപ്പുറത്ത് അർജുനും ഫോൺ വച്ചിട്ടില്ല. അവൾക്കറിയാമായിരുന്നു. അവളുടെ ശ്വാസം പോലും കേട്ട് മനസ്സിലാക്കുന്ന ആളല്ലേ. കുറച്ചു നേരത്തിന് ശേഷം അവൾ കാർ സ്റ്റാർട്ട് ചെയ്തു. വീട്ടിലെത്തിയതും ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് അമ്മ വേഗം പുറത്തേക്ക് വന്നു. ഇത്ര നേരമായില്ല മോളെ, ഞാൻ പേടിച്ചു പോയി. അമ്മയുടെ മുഖത്തെ ആശങ്ക കണ്ടപ്പോ നന്ദിതയ്ക്ക് തല ഉയർത്തി നോക്കാൻ പോലും കഴിഞ്ഞില്ല. അവൾ ഒരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചു. ട്രാഫിക് ഉണ്ടായിരുന്നു അമ്മ, വാ അകത്തേക്ക് കയറ്. അമ്മ അവളുടെ കൈ തൊട്ടതും നന്ദിതയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പക്ഷേ അവളത് മറച്ചു. പിന്നെ പതിയെ നന്ദന്റെ റൂമിലേക്ക് ചെന്നു. അവൻ മരുന്നിന്റെ ക്ഷീണത്തില് ഉറങ്ങുകയായിരുന്നു.
ഉറങ്ങിക്കിടക്കുന്ന അനിയനെ കണ്ടപ്പോ അവളുടെ ഹൃദയം വീണ്ടും വേദനിച്ചു. ഇവരൊക്കെ വിട്ട് വേദനിപ്പിച്ചിട്ട് ഞാൻ എങ്ങനെയാ? അവൾ മനസ്സിൽ പറഞ്ഞു. അമ്മേ, എനിക്കൊരു ചായ തരാമോ? ക്ഷീണിച്ച ശബ്ദത്തിൽ അവൾ ചോദിച്ചു. മോൾ ആദ്യം പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ മുകളിലേക്ക് കൊണ്ടുവന്ന് തരാം, അമ്മ സ്നേഹത്തോടെ പറഞ്ഞു. നന്ദിത തല കുലുക്കി. പിന്നെ മുകളിലേക്ക് നടന്നു. ഓരോ പടിയും കയറുമ്പോഴും അവളുടെ മനസ്സ് കൂടുതൽ ഭാരമായി മാറിക്കൊണ്ടിരുന്നു. റൂമിലേക്ക് കയറിയതും നന്ദിത വാതിൽ പതിയെ അടച്ചു. കയ്യിലുണ്ടായിരുന്ന ബാഗ് അവൾ ഡ്രസ്സിംഗ് ടേബിളിന് മുകളിലേക്ക് വെച്ചു. അതിനുശേഷം പതിയെ കണ്ണാടി നോക്കി നിന്നു. കണ്ണാടിയിൽ തെളിഞ്ഞ സ്വന്തം രൂപം കണ്ട നിമിഷം തന്നെ അവളുടെ നെഞ്ചിൽ എന്തോ വിങ്ങി. കണ്ണുകൾ കരഞ്ഞു ചുവന്നിരുന്നു. മുഖം മുഴുവനും ക്ഷീണം. ചിരിക്കാൻ പോലും മറന്നുപോയ പോലെ. കുറെ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരുങ്ങി പുറത്തിറങ്ങാൻ തുടങ്ങിയത്. സ്വന്തം ജീവിതം വീണ്ടും മനോഹരമാകുന്നുവെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയത്. അർജുൻ വന്നതിന് ശേഷമാണ് എല്ലാം മാറിയത്. അവന്റെ സ്നേഹം, കരുതൽ, ചെറിയ ചെറിയ കൊഞ്ചലുകൾ അവളെ വീണ്ടും ജീവനുള്ളവാക്കി മാറ്റിയിരുന്നു. രാവിലെ എഴുന്നേറ്റാൽ അവനു വേണ്ടി ഒരുങ്ങണം എന്ന് തോന്നും. അവൻ ഇഷ്ടമുള്ള സാരി തെരഞ്ഞെടുത്ത് ധരിക്കണമെന്ന് തോന്നും. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ചിരിച്ചു നോക്കാൻ പോലും കാരണമായിരുന്നു അർജുൻ. പക്ഷെ ഇപ്പോ വീണ്ടും ആരോ അവളെ ഇരുണ്ട കുഴിയിലേക്ക് തള്ളിയിടുന്നത് പോലെ തോന്നി. ഗായത്രിയുടെ വാക്കുകൾ വീണ്ടും മനസ്സിലേക്ക് വന്നു. ഓരോ വാക്കും അവളുടെ ഹൃദയത്തിൽ മുറിവ് പോലെ പതിഞ്ഞു. ഇനിയെല്ലാം നഷ്ടമാകുമോ? അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. ദേവി, എന്റെ അച്ചുവേട്ടന് ഒന്നും സംഭവിക്കരുതേ. ഞങ്ങൾ അറിയാതെ ആരൊക്കെയോ ഞങ്ങളെ ഒന്നിപ്പിച്ചതാ. അതേ ആളുകൾ കാരണം പിരിക്കരുതേ എന്ന് മനമുരുകി അവൾ പ്രാർത്ഥിച്ചു. കുറച്ചു നേരം കൂടി കണ്ണാടിക്ക് മുന്നിൽ നിന്ന ശേഷം അവൾ പതിയെ കട്ടിലേക്ക് വന്നിരുന്നു. മുറിയാകെ നിശബ്ദതയായിരുന്നു. പക്ഷേ ആ നിശബ്ദതയ്ക്കുള്ളിലും അവൾക്ക് അവന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു. അർജുൻ ആ മുറിയിലില്ലായിരുന്നു. എന്നാൽ അവന്റെ സാന്നിധ്യം മുറിയാകെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഇന്നലെ രാത്രി അവൻ ഇരുന്ന സ്ഥലം, അവന്റെ ചിരിയുടെ ശബ്ദം, അവൻ അവളെ ചേർത്ത് പിടിച്ച നിമിഷങ്ങൾ എല്ലാം ആ മുറിയിലുള്ളതുപോലെ അവൾക്ക് തോന്നി. അവൾ കരഞ്ഞുകൊണ്ട് തലയിണയിലേക്ക് മുഖം ചായച്ച നിമിഷം അവന്റെ മണവും അവൾക്ക് അനുഭവപ്പെട്ടു. ആ മണം അവളുടെ ഹൃദയത്തെ കൂടുതൽ തളർത്തി. അച്ചുവേട്ടാ, അവൾ പതിയെ വിളിച്ചു. അവൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ നെഞ്ചിലെ ഭാരം മുഴുവൻ അവന്റെ നെഞ്ചിലേക്ക് ചായച്ചു വെക്കാൻ അവൾക്ക് തോന്നി. അവൾ പതിയെ കട്ടിലേക്ക് കിടന്നു. ഇന്നലെ രാത്രി അവൻ ചേർത്ത് പിടിച്ച അതേ ഭാഗത്തേക്ക് അവൾ ശരീരം ചുരുട്ടിക്കിടന്നു. അവന്റെ കൈകൾ വീണ്ടും തന്നെ ചുറ്റിപ്പിടിക്കുന്നത് പോലെ, അവന്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ച് കിടക്കുന്നത് പോലെ, അവന്റെ ഹൃദയമിടിപ്പ് വീണ്ടും കേൾക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ആ ഓർമ്മകൾ അവളെ ഒരുപോലെ വേദനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. അവളുടെ കണ്ണുനീർ വീണ്ടും ആ തലയിണ നനച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ കരച്ചിലിനിടയിലും അർജുന്റെ സ്നേഹം അവളെ പൊതിഞ്ഞു നിന്നു. ആ അനുഭവം, ഓർമ്മകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എപ്പോഴും ക്ഷീണിച്ച് അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അമ്മ മുകളിലേക്ക് വന്നപ്പോ നന്ദിത നല്ല ഉറക്കമായിരുന്നു. കണ്ണിന് താഴെ കറുപ്പ് വീണതും മുഖം ക്ഷീണിച്ചതും കണ്ടപ്പോ അവരുടെ നെഞ്ചൊന്ന് വിങ്ങി. പാവം, ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്നു, മനസ്സിൽ പറഞ്ഞുകൊണ്ട് അമ്മ അവളുടെ തലയിൽ തലോടി. ശബ്ദമില്ലാതെ തിരിച്ച് താഴേക്കിറങ്ങി. ഹാളിൽ ടിവിയുടെ ശബ്ദം പതിയെ കേൾക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ സോഫയിലിരുന്ന വാർത്തകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മോള് വന്നോ? അച്ഛൻ ചോദിച്ചതും ആ വന്നു. അമ്മ തലകുലുക്കി. വന്നു, ദേ തലവേദനയുണ്ടെന്ന് പറഞ്ഞ് നേരെ കിടന്നുറങ്ങി. ഞാൻ ശല്യപ്പെടുത്തിയില്ല. അതെയോ? വൈകിയതെന്താണെന്ന് പറഞ്ഞോ? വണ്ടി വർക്ക്ഷോപ്പിൽ നിന്നും കിട്ടാൻ താമസിച്ചു എന്ന് പറഞ്ഞു. ആഹാ, ആ ശരി. നന്ദൻ ഉറക്കാണല്ലോ. പാവം, അവന് നല്ല ക്ഷീണമുണ്ട്, അമ്മ പറഞ്ഞുകൊണ്ട് ഒരു ദീർഘനിശ്വാസം വിട്ടു. ഞാൻ അത്താഴത്തിന് എന്തേലും ഒരുക്കാം, മോൾ എഴുന്നേൽക്കുമ്പോൾ കൊടുക്കാം. അങ്ങനെ പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയതും അച്ഛനും അടുക്കളയിലേക്ക് നടന്നു. അടുപ്പിൽ പാത്രം വെക്കുന്നതിനിടയിലാണ് അച്ഛൻ പെട്ടെന്ന് ഓർത്തതുപോലെ പറഞ്ഞു. അല്ല, ഞാൻ കുറച്ചു മുമ്പേ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോ തെക്കേലെ വീട്ടിലെ സുജാത പറഞ്ഞു നമ്മുടെ മോള് ആരുടെയോ ഒരു കാറിൽ കയറി പോകുന്നത് കണ്ടുവെന്ന്. ഇന്ന് രാവിലെയും ആ കാറിലാ പോയതെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞതും അമ്മ ഒന്ന് തിരിഞ്ഞു നോക്കി. അതോ, മോള് ശാലിനി മോളുടെ ഒപ്പമാകും പോയിട്ടുണ്ടാകുക. ഇന്നലെ അവളല്ലേ ഉണ്ടായിരുന്നത്? എനിക്കും തോന്നി. ഞാൻ അത് തന്നെ പറഞ്ഞു. പക്ഷെ കാറിലുണ്ടായിരുന്ന ആളെ അവര് വ്യക്തമായി കണ്ടില്ലെന്നു. അത് ശാലിനിയാകും, അല്ലാതെ വേറെ ആരുടെ കൂടിയാ നമ്മുടെ മോള് പോവുക? ഇന്നലെ പിന്നെ വൈകുന്നേരം രണ്ടും കൂടി അമ്പലത്തിൽ പോയിട്ടുണ്ടാവും. മോളോട് ഞാൻ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു. അതിന് അച്ഛനൊന്ന് മൂളി. മോളെ എഴുന്നേക്ക്. അമ്മയുടെ മൃദുവായ വിളിയാണ്. നന്ദിത കണ്ണു തുറന്നത്. ഒരു നിമിഷം എവിടെയാണെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല. തലയ്ക്ക് നല്ല ഭാരമുള്ളതായി വേദനിച്ചു. ശരീരം മുഴുവൻ തളർച്ച. സമയത്രയമ്മേ? അവൾ ചോദിച്ചു. 8 മണി. ഡിന്നർ കഴിക്കണ്ടേ? വന്നതുപോലെ തന്നെ കിടന്നിറങ്ങിയല്ലേ, പോയി ഫ്രഷ് ആയിട്ട് വാ. അമ്മ അവളുടെ തലയിൽ തഴുകിയതും നന്ദിത തളർച്ചയോടെ എഴുന്നേറ്റു.
ഞാൻ വന്നോളാം അമ്മേ, അവൾ പറഞ്ഞുകൊണ്ട് അമ്മയെ പറഞ്ഞു വിട്ടു. അമ്മ പുറത്തേക്ക് ഇറങ്ങിയതും അവൾ പിന്നെയും കുറച്ചു നേരം അനക്കമില്ലാതെ ഇരുന്നു. നെഞ്ചിനുള്ളിൽ എന്തോ ഭാരം പോലെ. പിന്നെ പതിയെ അവൾ എഴുന്നേറ്റ് അലമാര തുറന്നു. കുളിച്ചു മാറാനുള്ള ഡ്രസ്സ് എടുക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ മടക്കി വെച്ചിരിക്കുന്ന ഷർട്ടും മുണ്ടും അവളുടെ കണ്ണിൽ പെട്ടു. അവൾ വേഗം വല്ലാത്തൊരു സന്തോഷത്തോടെ അതിൽ തൊട്ടു. അർജുന്റെ ഷർട്ട്, ഇന്നലെ ക്ഷേത്രത്തിൽ പോയപ്പോ അവൻ ധരിച്ചിരുന്നത്. അത് കണ്ട നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വിറയ്ക്കുന്ന കൈയോടെ അവൾ ഷർട്ട് എടുത്തു നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇപ്പോഴും അതിൽ അവന്റെ മണമുണ്ടായിരുന്നു, അവന്റെ സാമീപ്യം, അവന്റെ സ്പർശം. അച്ചുവേട്ടാ, അവളുടെ ചുണ്ടുകൾ അറിയാതെ മുറുമുറുത്തു. ആ നിമിഷം വീണ്ടും ഇന്നലെ രാത്രിയിലെ ഓരോ നിമിഷവും അവളുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തി. അവൻ ചേർത്ത് പിടിച്ചതും നെറ്റിയിൽ ചുംബിച്ചതും മാറിൽ കടിച്ചതും ഇനി എന്ന് ഓർക്കണം എന്ന് ചെവിയിൽ പറഞ്ഞതും അതൊക്കെ ഓർത്തപ്പോ കണ്ണുനീർ വീണ്ടും കവളിലൂടെ ഒഴുകി. അവൾ വേഗം അത് അവിടെ തന്നെ വെച്ച് ബാത്റൂമിലേക്ക് കയറി. ഷവർ തുറന്നു. തണുത്ത വെള്ളം ശരീരത്തിലേക്ക് വീണിട്ടും ഉള്ളിലെ തീ കെട്ടില്ല. ചുവരിൽ ചാരി നിന്നുകൊണ്ട് അവൾ കണ്ണുകൾ അടച്ചു. ഗായത്രിയുടെ വാക്കുകൾ വീണ്ടും ചെവിയിൽ മുഴങ്ങി. നിങ്ങളുടെ ഫോട്ടോസ് കോളേജിൽ ഒട്ടിക്കും. അർജുൻ ദേവരയർ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. നിനക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. പിന്നെ നിങ്ങളുടെ സഹോദരന്റെയും സഹോദരിമാരുടെയും അതുപോലെ തന്നെ പുറംലോകം കാണും. ഇല്ല ഇല്ല. രണ്ട് കൈകൊണ്ടും ചെവികൾ മൂടിപ്പിടിച്ചുകൊണ്ട് അവൾ തല കുലുക്കി. വെള്ളത്തോടൊപ്പം കണ്ണുനീരും ഒഴുകി. ഫ്രഷായി റൂമിലേക്ക് വന്നപ്പോഴാണ് അമ്മയുടെ വിളി കേൾക്കുന്നത്. അവൾ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഹാളിൽ ടിവിയിൽ അച്ഛനും അമ്മയും ശ്രദ്ധയോടെ വാർത്തകൾ കാണുകയായിരുന്നു. നന്ദിത സോഫയുടെ അരികിലേക്ക് എത്തിയപ്പോഴാണ് ടിവിയിൽ ഒരു പരിചിത മുഖം തെളിഞ്ഞത്. അർജുൻ ദേവരയ്യർ. കോടതി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു അവൻ. ചുറ്റും മാധ്യമപ്രവർത്തകർ, മൈക്കുകൾ അവന്റെ മുഖത്തേക്ക് നീളുന്നു. പക്ഷെ ആരോടും സംസാരിക്കാതെ ഗൗരവത്തോടെ മുന്നോട്ട് നടക്കുകയാണ് അവൻ. ആ ദൃശ്യം കണ്ട നിമിഷം നന്ദിതയുടെ ഹൃദയം ശക്തമായി ഇടിച്ചു. ടിവിയിലെ റിപ്പോർട്ടറുടെ ശബ്ദം മുഴങ്ങി. കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന കേസിൽ ഇന്നും ശക്തമായ വാദങ്ങളുമായി അഡ്വക്കേറ്റ് അർജുൻ ദേവരയ്യർ. ബ്രില്യന്റ് ആണവൻ. എടുക്കുന്ന കേസ് എല്ലാം ജയിക്കും, അച്ഛൻ അഭിമാനത്തോടെ പറഞ്ഞു. അമ്മയും സമ്മതിച്ച് തല കുലുക്കി. പക്ഷേ അവനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കുറ്റം ചെയ്തവരുടെ കേസ് വെറുതെ എടുക്കാറില്ലെന്ന്. സത്യം മനസ്സിലാക്കിയിട്ടേ കേസ് കൈകാര്യം ചെയ്യൂ എന്ന്. അതെ, അതുമാത്രല്ല, എത്ര പേരാ അവനെ ബഹുമാനിക്കുന്നതും ശ്രദ്ധിക്കുന്നതും. നന്ദിത നിശബ്ദമായി ടിവിയിലേക്ക് നോക്കി നിന്നു. ആളുകളൊക്കെ പ്രശംസിക്കുന്ന ആ മനുഷ്യന്റെ ജീവിതം താനാണോ തകർക്കാൻ പോകുന്നത്? ആ ചിന്ത അവളെ ഉള്ളിൽ നിന്നും വേദനിപ്പിച്ചു കൊണ്ടിരുന്നു. അവിടെ നിൽക്കാൻ പോലും കഴിയാതെ അവൾ പതിയെ നന്ദന്റെ മുറിയിലേക്ക് നടന്നു. നന്ദൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ മുഖം അമർത്തി തുടച്ചുകൊണ്ട്, എന്താ മോനെ, ഇപ്പോ എങ്ങനെയുണ്ട്? അവൾ ചോദിച്ചു. അവളെ കണ്ടതും നന്ദൻ പുഞ്ചിരിച്ചു. കുഴപ്പമില്ല ചേച്ചി, ഇപ്പൊ കാലിലൊക്കെ ചെറിയ മൂവ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. ഡോക്ടർ എന്താ പറഞ്ഞത്? കുറച്ചു ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാകുമെന്ന്. അവൻ പറഞ്ഞതും നന്ദിത അവന്റെ തലയിൽ കൈവച്ചു. മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നുവെങ്കിലും മനസ്സിനുള്ളിൽ ഭയം വളരുകയായിരുന്നു. അർജുനെ നഷ്ടപ്പെടുമോ എന്ന ഭയം, അവൻ അപമാനിക്കപ്പെടുന്നത് കാണേണ്ടി വരുമോ എന്ന ഭയം, തന്റെ പ്രണയം തന്നെ അവന്റെ നാശത്തിന് കാരണമാകുമോ എന്ന ഭയം അവളെ അലട്ടി. വീട്ടിലെത്തിയപ്പോൾ മുതൽ അർജുന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. കാർ പോർച്ചിൽ നിർത്തിയതും ഒരു നിമിഷം പോലും കളയാതെ അവൻ നേരെ റൂമിലേക്ക് ചെന്നു. വേഗം ഫ്രഷായി താഴേക്ക് വന്നു. ഹാളിൽ അനന്തിക ടിവിയിൽ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെ കണ്ടതും അവൾ ടിവിയുടെ ശബ്ദം കുറച്ചു. എന്താ മുഖം വാടിയിരിക്കുന്നത്? ചെറിയൊരു സംശയത്തോടെ അവൾ ചോദിച്ചു. ഒന്നുമില്ല. അവൻ പതിവ് പോലെ ഒഴിഞ്ഞു മാറാൻ നോക്കി. പക്ഷേ അവൾക്കറിയാമായിരുന്നു, അവൻ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യത്തിന് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കുമെന്ന്. അവനൊന്നും സംസാരിക്കാതെ സോഫയിലേക്ക് ചാഞ്ഞിരുന്നു. കുറച്ചു കഴിഞ്ഞ് ജൂനിയർമാരുമായി കേസിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഓഫീസ് റൂമിൽ ഫയലുകൾ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിലും ശ്രദ്ധ മുഴുവൻ അതിലായിരുന്നില്ല. ഇടയ്ക്കിടെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. മെസ്സേജുകൾ ഒന്നുമില്ല, കോളും ഒന്നുമില്ല. അവൾ വീട്ടിലെത്തി വിളിക്കാന്ന് പറഞ്ഞതല്ലേ? അവന്റെ മനസ്സിൽ ചെറിയൊരു പരിഭവം വന്നു. തന്നെ മിസ് ചെയ്യുന്നില്ലേ അവൾക്ക്? സ്വയം തന്നെ ചോദിച്ചു. പിന്നെ അതേ നിമിഷം തന്നെ ആ ചിന്തയെ അവൻ തള്ളിക്കളഞ്ഞു. ഇല്ല, അച്ഛനും അമ്മയും എല്ലാവരും ഉള്ളതല്ലേ. പിന്നെ നന്ദനുമായിട്ടും സംസാരിച്ചിരിക്കുന്നുണ്ടാവും, അവൻ ഓർത്തു. ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ ഫോൺ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അനന്തിക അതെല്ലാം കണ്ടെങ്കിലും ഒന്നും ചോദിച്ചില്ല. അർജുൻ റൂമിലേക്ക് കയറിയതും അവൻ വേഗം ഫോൺ എടുത്ത് നന്ദിതയെ വിളിക്കായിരുന്നു. ഫോൺ റിങ് ചെയ്തു, പക്ഷെ എടുത്തില്ല. അവൻ വീണ്ടും വിളിച്ചു, വീണ്ടും റിങ് ചെയ്തു, എടുക്കുന്നില്ല. അവന്റെ മുഖം മാറി. സങ്കടവും ദേഷ്യവും അസ്വസ്ഥതയും ഒരുമിച്ച് നെഞ്ചിൽ കയറി നിന്നു. നന്ദാ, ഫോൺ എടുക്കടാ, അവൻ അറിയാതെ പിറുപിറുത്തു.
റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു നോക്കി. ഇപ്പോഴും അതേ അവസ്ഥ. അവൾ ഫോൺ എടുക്കുന്നില്ലെന്ന് മനസ്സിലായ നിമിഷം അവന്റെ ക്ഷമ മുഴുവൻ പോയി. വേഗം ടേബിളിൽ കിടന്ന കാറിന്റെ കീ എടുത്ത് ഡോറ് ശക്തമായി തുറന്ന് പുറത്തേക്കിറങ്ങി. താഴെ ഹാളിൽ ഇരുന്ന അനന്തിക അത് കണ്ടു. പക്ഷേ ഇടയ്ക്കിടെ രാത്രി ഇങ്ങനെ എവിടേക്കെങ്കിലും പോകുന്നത് അവന്റെ പതിവായതുകൊണ്ട് അവളൊന്നും ചോദിച്ചില്ല. ടിവിയിലേക്ക് തന്നെ വീണ്ടും ശ്രദ്ധ തിരിച്ചു. അതേസമയം അർജുന്റെ ബ്ലാക്ക് BMW രാത്രി നന്ദിതയുടെ വീടിനെ ലക്ഷ്യമാക്കി പാഞ്ഞു പോവുകയായിരുന്നു. ആ രാത്രിയിൽ അവന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്ന്. ഹായ്, ഇന്നലെ രാത്രി ഇടാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മോളുടെ റിസൾട്ട് വന്ന ദിവസമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തിരക്കായിരുന്നു. അപ്പോൾ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ കേൾക്കുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത സ്റ്റോറിയുമായിട്ട് കാണാം. ബൈ.